നൊയമ്പ് കാലം 3-ാം വാരം ഞായർ. തിരുവചനം: സിലഹോയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ അന്ന് ജെറൂസലമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. നൊയമ്പ് കാലം നാം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന പുണ്യപ്പെട്ട നാളുകളാണ്. നാം നമ്മുടെ പോരായ്മകളും പാപങ്ങളും തിരിച്ചറിയുകയും നാം നമ്മെ തന്നെ തിരുത്തുകയും ചെയ്യുന്ന സമയമാണ് ഇത്. അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സിലഹോയിലെ ഗോപുരം മറിഞ്ഞു വീണ് മരിച്ചത് ആരാണ്? അവർ എത്രത്തോളം പാപികളാണ് എന്നെല്ലാം ചിന്തിച്ച് സമയം കളയരുത്. നൊയമ്പിൻ്റെ ചൈതന്യത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള പ്രലോഭനങ്ങളാണ് ഇവ. ഈ നൊയമ്പ് കാലത്ത് നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാം. ധൂർത്തപുത്രൻ പന്നിക്കുട്ടിൽ ആയിരുന്നപ്പോൾ സുബോധം വന്നു. നാം നമ്മുടെ ഹൃദയങ്ങൾ തുറന്നെങ്കിൽ മാത്രമേ ദൈവത്തിനും നമ്മളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം പ്രവർത്തിച്ചപ്പോൾ ധൂർത്തപുത്രൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ അവിടത്തോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. ധൂർത്തപുത്രന് ലഭിച്ച ഭാഗ്യം, സക്കീയൂസിനും ലഭിച്ച ഭാഗ്യം, വിശുദ്ധ അഗസ്റ്റിനോസിനും ലഭിച്ച ഭാഗ്യം ഒരു അനുഗ്രഹമായി ഞങ്ങളിലും കടന്നു വരണമേ എന്ന് നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാം.